കേരളത്തിലെ ഒരു മന്ത്രിയുടെ വീട്ടിൽ ഗാർഹിക പീഡനം നടന്നതിൻ്റെ വാർത്ത പുറത്തു വന്നിട്ട് ഒരു ദിവസക്കാലമാകുന്നു. ഇത് സംബന്ധിച്ച് കോൺഗ്രസോ പ്രതിപക്ഷമോ കൊണ്ടുവന്ന വാർത്തയല്ല, മന്ത്രിയുടെ ഭാര്യ തന്നെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അറിയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. വീട്ടിൽ വെച്ച് തന്നെ 112 വിളിക്കേണ്ടി വന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയെന്നും അവരെ മുറിയിലിട്ട് പൂട്ടിയെന്നും പൂട്ടിയതിന് ശേഷം മുറി തുറന്നു വരുമ്പോൾ പോലീസുകാരെ കണ്ടില്ലെന്നുമുള്ള വാർത്ത പറഞ്ഞത് മന്ത്രിയുടെ ഭാര്യ തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഒരു നടപടിയെടുക്കാനോ പോലീസുകാർ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനോ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. നാം ആലോചിക്കേണ്ടത് സ്ത്രീ സുരക്ഷ. ഒരു ദിവസം തന്നെ 100 പ്രാവശ്യം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ആളുകൾ ഇന്ന് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിൽ ജലരേഖയായി മാറിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് മന്ത്രിയുടെ ഭാര്യ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തില്ല? കേരളത്തിലെ പൊതുസമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? സാധാരണ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ കൊണ്ടുപോയി കൊടുക്കുന്ന പരാതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. ഈ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ നേതാക്കളോ ഇടതുപക്ഷത്തിൻ്റെ വനിതാ നേതാക്കന്മാർ എല്ലാ കാലത്തും നമ്മൾ പറയുന്നതാണ്, അവർ കൊടിയുടെ നിറം നോക്കി മാത്രം സ്ത്രീ വിഷയങ്ങൾ ഇടപെടുന്ന കുറച്ച് വനിതാ നേതാക്കന്മാരുണ്ട്. ശൈലജ ടീച്ചർ എവിടെ? എന്തുകൊണ്ട് ഇതിനകത്ത് മറുപടി പറയുന്നില്ല? ശ്രീമതി ടീച്ചർ എവിടെ? CS സുജാത എവിടെ? മന്ത്രി വീണ ജോർജ് എവിടെ? മന്ത്രി ചിഞ്ചു റാണി എവിടെ? എന്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പരാതി മന്ത്രിയുടെ ഭാര്യ തന്നെ ഉന്നയിച്ചിട്ടും അത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഇതൊരു വിഷയമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത് എന്താ? ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറുന്ന മന്ത്രിക്ക്, അതല്ലെങ്കിൽ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത്തരത്തിൽ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ വിഷയം വന്നപ്പോൾ മൗനം പാലിക്കാൻ കഴിയുന്നു? വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കണം, അതല്ലെങ്കിൽ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം.